തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് പ്രത്യേകിച്ചും കോളിവുഡിൽ സമീപകാലത്തായി കേൾക്കുന്ന വാർത്തകളിൽ ഭൂരിഭാഗം ആരാധകരുടെ നെഞ്ചു തകർക്കുന്നതാണ്. വർഷങ്ങളായി ഒന്നിച്ചു ജീവിച്ച പല പ്രമുഖ താരദമ്പതികളുടെ വിവാഹമോചനത്തിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ പ്രണയത്തിലും ദാമ്പത്യത്തിലുമുള്ള വിശ്വാസം നിലനിർത്തുന്നത് വിരലിലെണ്ണാവുന്ന ചില ദമ്പതികൾ മാത്രമാണ്. അജിത് കുമാർ ശാലിനി ജോഡികളെ പോലെ തന്നെ തമിഴ് സിനിമയും ആരാധകരെയും ഒരുപോലെ നെഞ്ചേറ്റുന്ന മാതൃകാ ദമ്പതികളാണ് സൂര്യയും ജ്യോതികയും. പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം ബഹുമാനത്തോടെ മുന്നോട്ട് പോകാനും ഇവർ കാണിക്കുന്ന മനസ്സ് എക്കാലത്തും പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തിടെ ജ്യോതികയുടെ കരിയറിനും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് ചെന്നൈയിലെ തന്റെ കുടുംബ വീട് വിട്ട് മുംബൈയിലേക്ക് സ്ഥിരതാമസമാക്കാൻ പോലും സൂര്യ തയ്യാറായിരുന്നു. തങ്ങളുടെ 2 പതിറ്റാണ്ടോളം നീണ്ട ബന്ധത്തിൽ ഒരു ചെറിയ ഗോസിപ്പ് പോലും ഇടവരുത്താതെയാണ് ഇവർ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന ഈ സുന്ദരമായ ദാമ്പത്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇവരുടെ പ്രണയകാലം അത്ര സുഗമമായിരുന്നില്ല എന്നാണ് പഴയകാല തമിഴ് സിനിമാ ചരിത്രവും അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ ഉയർന്നു വന്ന ചർച്ചകളും വ്യക്തമാക്കുന്നത്. പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രത്തിലൂടെയാണ് സൂര്യയും ജ്യോതികയും ആദ്യമായി ഒന്നിക്കുന്നത്. പിന്നീട് നിരവധി ചിത്രങ്ങളിലൂടെ ഈ ജോഡി തമിഴ് സിനിമയിലെ ഏറ്റവും ജനപ്രിയ ഹിറ്റ് ജോഡികളായി മാറി. സിനിമയിലെ ഈ ഓൺ സ്ക്രീൻ രസതന്ത്രം പതുക്കെ അവർക്കിടയിലെ യഥാർത്ഥ പ്രണയമായി മാറുകയായിരുന്നു. മുംബൈയിൽ ജനിച്ചു വളർന്ന ജ്യോതിക അക്കാലത്ത് തമിഴ് സിനിമയിലെ 1ാം നിര നടിയായിരുന്നു. രജനീകാന്ത്, കമൽഹാസൻ, വിജയ്, അജിത് തുടങ്ങിയ തമിഴകത്തെ എല്ലാ സൂപ്പർ താരങ്ങളുടെയും നായികയായി തിളങ്ങി നിൽക്കുന്ന കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു ജ്യോതിക സൂര്യയുമായി പ്രണയത്തിലാകുന്നത്. എന്നാൽ ഈ പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നതിന് വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നു. അതിന് പ്രധാന കാരണം സൂര്യയുടെ കുടുംബത്തിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പുകളായിരുന്നു. 2006 സെപ്റ്റംബറിലായിരുന്നു സൂര്യയുടെയും ജ്യോതികയുടെയും വിവാഹം നടക്കുന്നത്. സൂര്യയുടെ പിതാവും തമിഴ് സിനിമയിലെ മുതിർന്ന നടനുമായ ശിവകുമാർ കടുത്ത യാഥാസ്ഥിതിക ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ നിലപാടുകളാണ് സൂര്യ ജ്യോതിക പ്രണയത്തിന് മുന്നിലെ ഏറ്റവും വലിയ തടസ്സം. ഒരു സിനിമാ നടി, അതും മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു ജാതിയിലും സംസ്കാരത്തിലും പെട്ട ഒരു പെൺകുട്ടി തന്റെ കുടുംബത്തിലേക്ക് മരുമകളായി വരുന്നതിനോട് ശിവകുമാറിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. തന്റെ മകൻ മറ്റൊരു നടിയെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ തങ്ങളുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വിവാഹം നടത്താനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. ഇതേ ചൊല്ലി അക്കാലത്ത് ജ്യോതികയ്ക്കും ശിവകുമാറിനും ഇടയിൽ വലിയ മാനസിക അകൽച്ചയും അസ്വാരസ്യങ്ങളും നിലനിന്നിരുന്നു. സൂര്യയുമായുള്ള വിവാഹത്തോടെ ജ്യോതികയ്ക്ക് തന്റെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. കരിയറിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് അവർ അഭിനയത്തോട് താൽക്കാലികമായി വിട പറയുന്നത്. മുംബൈയിലെ ആധുനികമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ചെന്നൈയിലെ സൂര്യയുടെ യാഥാസ്ഥിതികമായ സംയുക്ത കുടുംബത്തിലേക്ക് മാറിയ ജ്യോതികയ്ക്ക് അവിടുത്തെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് സ്വയം മാറേണ്ടി വന്നു. വിവാഹത്തിന് മുൻപുള്ള പ്രണയകാലത്ത് സൂര്യയുടെ കുടുംബത്തിൽ നിന്നും നേരിട്ട അവഗണനകൾ ജ്യോതികയെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു. തന്റെ പ്രണയവും കരിയറും ഒരുപോലെ പ്രതിസന്ധിയിലായ ആ ഘട്ടത്തിൽ ജ്യോതിക അനുഭവിച്ച മാനസിക സമ്മർദ്ദം ചെറുതായിരുന്നില്ല. സൂര്യയും ജ്യോതികയും തമ്മിലുള്ള വിവാഹം നീണ്ടുപോയ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിലാണ് തമിഴ് സിനിമാ ചരിത്രം തിരുത്തിക്കുറിച്ച ഗജനി എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. AR മുരുകദോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സൂര്യയുടെ നായിക എത്തിയത് മലയാളി താരം അസിനായിരുന്നു. ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയതോടെ സൂര്യ അസിൻ ജോഡി തെന്നിന്ത്യൻ സിനിമയിലെ പുതിയ സെൻസേഷനായി ആഘോഷിക്കപ്പെട്ടു. അതുവരെ തമിഴ് പ്രേക്ഷകരുടെ മനസ്സിൽ സൂര്യയുടെ ഒരേയൊരു ജോഡി ജ്യോതിക മാത്രമായിരുന്നു. എന്നാൽ ഗജനിയുടെ വൻ വിജയത്തോടെ ആ സ്ഥാനം അസിൻ കൂടി പങ്കിട്ടു. ഈ സിനിമാ വിജയം സൂര്യയുടെ വ്യക്തിജീവിതത്തിലും വലിയ ചില ചലനങ്ങൾക്ക് കാരണമായി എന്നാണ് അക്കാലത്തെ ഗോസിപ്പുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെ റെഡിറ്റിൽ വന്ന ഒരു പോസ്റ്റാണ് പഴയകാലത്തെ ഈ സംഭവ വികാസങ്ങളെ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവന്നതും. ആ പോസ്റ്റിലെ വിവരങ്ങൾ പ്രകാരം ജ്യോതികയുടെ കടുത്ത വിയോജിപ്പ് കാണിച്ചിരുന്ന ശിവകുമാറിന് അസിനോട് വലിയ താല്പര്യവും ഇഷ്ടവും ഉണ്ടായിരുന്നു. മുംബൈ സംസ്കാരത്തിൽ വളർന്ന ജ്യോതികയേക്കാൾ ദക്ഷിണേന്ത്യൻ പാരമ്പര്യമുള്ള അസിൻ തന്റെ കുടുംബത്തിന് കൂടുതൽ അനുയോജ്യമായ മരുമകളായിരിക്കുമെന്ന് ശിവകുമാർ കണ്ടിരുന്നു. ജ്യോതികയോട് സംസാരിക്കാൻ പോലും തയ്യാറാകാതിരുന്ന ശിവകുമാർ അസിനോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ഒരിക്കൽ അസിനെ തങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് വലിയൊരു വിരുന്നിനായി ശിവകുമാർ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ആ വിരുന്നിലേക്ക് ജ്യോതികയ്ക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല. ഈ സംഭവം ജ്യോതികയെ വളരെയധികം വേദനിപ്പിക്കുകയും അവരിൽ വലിയ നീരസം ഉണ്ടാക്കുകയും ചെയ്തു. അസിനെ സൂര്യയുടെ കുടുംബവുമായി അടുപ്പിക്കുന്നതിലൂടെ ജ്യോതികയെ സൂര്യയുടെ ജീവിതത്തിൽ നിന്നും തന്ത്രപൂർവ്വം മാറ്റി നിർത്താമെന്ന ചിന്ത ശിവകുമാറിനുണ്ടായിരുന്നുവെന്ന് അക്കാലത്ത് സിനിമാ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. സൂര്യ അസിനുമായി നല്ലൊരു സൗഹൃദം സൂക്ഷിച്ചിരുന്നതും ഈ ചർച്ചകൾക്ക് കൊഴുപ്പ് കൂട്ടി. താൻ നേരിടുന്ന അവഗണനകളും ഒറ്റപ്പെടലുകളും ജ്യോതികയെ മാനസികമായി തളർത്തി. ഇതിന്റെ വ്യക്തമായ പ്രതിഫലനമായിരുന്നു ജ്യോതികയുടെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായ ചന്ദ്രമുഖി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിന്റെ ദിനം. രജനീകാന്ത് നായകനായ ചിത്രത്തിലെ ജ്യോതികയുടെ പ്രകടനം ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ചർച്ച ചെയ്തതായിരുന്നു. എന്നിട്ടും തന്റെ ജീവിതത്തിലെ ആ വലിയ വിജയത്തിന്റെ ആഘോഷ പരിപാടികളിൽ നിന്നും ജ്യോതിക വിട്ടുനിന്നു. അക്കാലത്തുണ്ടായ കുടുംബപരമായ പ്രശ്നങ്ങളും മാനസിക വിഷമങ്ങളുമായിരുന്നു
ജ്യോതികയെ ഇതിന് പ്രേരിപ്പിച്ചത്. തന്റെ പ്രണയിനിയുടെ മാനസികാവസ്ഥയും അവർ അനുഭവിക്കുന്ന വേദനകളും സൂര്യ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഒരുപക്ഷെ മറ്റേതൊരു താരമായിരുന്നുവെങ്കിലും കുടുംബത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആ ബന്ധത്തിൽ നിന്നും പിന്മാറുമായിരുന്നു. എന്നാൽ സൂര്യ ജ്യോതികയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി കൂടെ നിൽക്കുകയാണ് ചെയ്തത്. ജ്യോതികയുടെ വിഷമങ്ങൾ കണ്ട സൂര്യ താൻ അവരെ തന്നെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് നൽകി. മാത്രമല്ല, തന്റെ പിതാവ് ശിവകുമാറിനോട് ജ്യോതികയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ താൻ ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ മകന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ ഒടുവിൽ ശിവകുമാറിന് കീഴടങ്ങേണ്ടി വരികയും വിവാഹത്തിന് സമ്മതം മൂളുകയും ചെയ്യേണ്ടി വന്നു. അക്കാലത്ത് തമിഴ് മാധ്യമങ്ങളിൽ സൂര്യയുടെ കുടുംബം അസിനെ മരുമകളാക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അസിനോട് ജ്യോതികയ്ക്ക് വലിയ തരത്തിലുള്ള അകൽച്ചയും ശത്രുതയും ഉണ്ടായിരുന്നുവെന്നൊക്കെയുള്ള നിരവധി കഥകളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം പൂർണ്ണമായി സത്യമാണോ എന്ന കാര്യത്തിൽ ഇന്നുവരെ ഔദ്യോഗികമായി യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. സിനിമാ ലോകത്തെ ഒരു ഗോസിപ്പ് മാത്രമായി ഇതിനെ തള്ളിക്കളയുന്നവരുമുണ്ട്. എങ്കിലും ഗജനിയുടെ വിജയത്തിനു ശേഷം സൂര്യയുടെ കുടുംബം അസിനു വേണ്ടി തങ്ങളുടെ വീട്ടിൽ ഒരു പ്രത്യേക വിരുന്നൊരുക്കിയിരുന്നു എന്നത് സിനിമാ വൃത്തങ്ങളിൽ പരസ്യമായ ഒരു കാര്യമാണ്. ഒരു സഹപ്രവർത്തക എന്ന രീതിയിലുള്ള സ്നേഹപ്രകടനമായിരുന്നോ അതോ ജ്യോതികയെ അകറ്റാനുള്ള തന്ത്രമായിരുന്നോ എന്നത് ഇന്നും വ്യക്തമല്ലാത്തൊരു രഹസ്യമാണ്. എല്ലാ പ്രതിസന്ധികളെയും കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകളെയും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വന്ന ഗോസിപ്പുകളെ അതിജീവിച്ച് സൂര്യയും ജ്യോതികയും ഇന്ന് തങ്ങളുടെ 20ാം വിവാഹ വാർഷികത്തിലേക്ക് അടുക്കുകയാണ്. ദിയാദേവ് എന്നീ 2 മക്കളോടൊപ്പം സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്ന ഇവർ പഴയ കാലത്തെ എല്ലാ അസ്വാരസ്യങ്ങളും മറന്നു കഴിഞ്ഞു. ഇന്ന് സൂര്യയുടെ കുടുംബവുമായി ജ്യോതികയ്ക്ക് നല്ലൊരു ബന്ധമാണുള്ളത്. പഴയ പ്രണയകാലത്ത് സൂര്യ ജ്യോതികയ്ക്ക് നൽകിയ ആ വാക്കും പ്രതിസന്ധികളിലൊപ്പം നിൽക്കാൻ കാണിച്ച ആർജവമാണ് ഇന്ന് കോളിവുഡ് കാണുന്ന ഈ മാതൃകാ ദമ്പതികളുടെ വിജയരഹസ്യം.